പരിശുദ്ധമായ ഈ ദിവസേ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എഴുതി വെച്ചാൽ, 10 മന്ത്രങ്ങൾ, ആ വീട്ടിൽ പിന്നെ സുരക്ഷയ്ക്ക് വേറൊന്നും വേണ്ട. അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു കാവൽ ആ വീട്ടിൽ ലഭിക്കും. മാത്രമല്ല, സാമ്പത്തികമായ അഭിവൃദ്ധി, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ, കണ്ണേറ്, സിഹർ, കൂടോത്രം, പ്രയാസം, പൈശാചികത, എല്ലാത്തിൽ നിന്നും സുരക്ഷിതത്വം. മുത്തുനബിയുടെ വല്ലാത്തൊരു പരിമളം ആ വീട്ടിൽ ആസ്വദിക്കാൻ പറ്റും. പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ല എല്ലാവരും? ഹാപ്പി ആയിരിക്കണം. പ്രത്യേകിച്ച് ഇത് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മുത്ത് റസൂലിൻ്റെ ജനനത്തിനായി അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസമാണ്. അപ്പോൾ റബീഉൽ അവ്വൽ മാസവും തിങ്കളാഴ്ച ദിവസവും അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് ഈ പുണ്യ ദിവസങ്ങളിലൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിൽ പാവപ്പെട്ട ഒരു ഉസ്താദിനെ സഹായിക്കുന്നതിലേക്കൊക്കെ ഹദിയ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, നമ്മുടെ വീടിന് വല്ലാത്തൊരു സുരക്ഷ ആഗ്രഹിക്കാത്ത ആരാളുള്ളത് അല്ലേ? നമ്മുടെ വീട്ടിന് വല്ലാത്തൊരു സുരക്ഷ ലഭിക്കാൻ, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് സന്തോഷം ലഭിക്കാൻ, അതുപോലെ കണ്ണേറ്, സിഹർ, കൂടോത്രം, നാവേറ് തുടങ്ങി എന്തെല്ലാം ഷെറുകളുണ്ടോ ആ ഷെറുകളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ ഒരു അത്ഭുത മന്ത്രമുണ്ട്. ഇത് വെറൊരു മന്ത്രമല്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ല, ഇമാം യൂസഫ് നബഹാനി റഹിമഹുല്ല തുടങ്ങി ഒരുപാട് മഹാന്മാർ ഉദ്ധരിച്ചൊരു കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട മുത്തുനബിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്. പക്ഷേ സാധാരണ മനുഷ്യനാണോ? അല്ലല്ലോ അല്ലേ? ഒരു മനുഷ്യനാണ്, എന്നാൽ അസാധാരണ മനുഷ്യനാണ്. ഒരുപാട് പ്രത്യേകതകൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകളിൽപ്പെട്ട 10 പ്രത്യേകതകൾ, ഏതെങ്കിലും ഒരു 10 പ്രത്യേകതകൾ, അതിനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിലൊന്ന് തൂക്കിയിട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്ന 10 പ്രത്യേകതകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളെന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആ 10 എഴുതി വെച്ച് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ, ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല കേട്ടോ. ആ വീട്ടിൽ പിന്നെ അപകടങ്ങൾ ഉണ്ടാവില്ല, ആ വീട്ടിൽ തീപിടുത്തം ഉണ്ടാവില്ല, ആ വീട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടാവില്ല, ആ വീട്ടിൽ മോഷണം നടക്കില്ല, ആ വീട്ടിലേക്ക് മാരക വിപത്തുകൾ കടന്നു വരില്ല, ആ വീട്ടിലേക്ക് പകർച്ചവ്യാധി വരില്ല, ആ വീട്ടിൽ സഹിക്കാൻ പറ്റാത്ത വേദനകൾ വരില്ല. അള്ളാൻ്റെ വല്ലാത്തൊരിഷ്ടം ആ വീട്ടുകാർക്ക് ലഭിക്കും. കാരണം മുത്ത് റസൂലിൻ്റെ പ്രത്യേകതകൾ എഴുതി വെച്ചാൽ അങ്ങനെ മഹത്വമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വെള്ള പേപ്പറിൽ ആ ഒരു 10 മഹത്വം എഴുതി വീട്ടിലെവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെക്കണോണ്ട് നമുക്ക് എന്താ തടസ്സം? ചെയ്തു നോക്കൂലേ? ചെയ്യും നിങ്ങൾ? അള്ളാഹു തൗഫീഖ്. ഒരു 10 ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അന്വർത്ഥമാക്കാനും നമുക്ക് തൗഫീഖ് നൽകാനും ഗ്രഹിക്കട്ടെ. പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? തിന്മകൾ ചെയ്യാതെ, അതായത് തിന്മകളിൽ നിന്ന് വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ, തെറ്റ് ചെയ്യാനുള്ളൊരു ത്വരയിൽ നിന്ന് ഒരു കാവൽ അള്ളാഹു പ്രത്യേകമായി നമുക്ക് ഇട്ടുതരും. അതുപോലെ കണ്ണേറ് തുടങ്ങിയ ഉപദ്രവങ്ങൾ, കണ്ണേറ് വലിയൊരു സംഗതി തന്നെയല്ലേ, അപകടമല്ലേ? നാവേറ് തുടങ്ങി ഇതിൻ്റെയൊക്കെ ഉപദ്രവം ഫലിക്കണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹു ഉദ്ദേശിക്കണം. അപ്പോൾ അള്ളാഹു ആ ഷർറൊക്കെ തട്ടി മാറ്റിക്കളയും അല്ലേ? അപ്പോൾ മനസ്സറിഞ്ഞ് എഴുതുക, ഇടയ്ക്കിടയ്ക്ക് വായിക്കുക, അതിനെ ആദരിക്കുക, അതിങ്ങനെ വായിച്ചിട്ട് ഇടയ്ക്ക് ചിന്തിക്കുക. അങ്ങനെ ഡെയിലി ഒരു തവണ എഴുതിയാൽ മതി, പക്ഷേ ഡെയിലി അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം, അത് വായിക്കണം. വലിയ മാറ്റം ഉണ്ടാവും. മനസ്സിലായോ? ഒരു 10 പഠിക്കാം. പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത മഹത്വം ആർക്കുണ്ട്? മുത്തുനബിക്കുണ്ട് ഇല്ലേ? ലോകത്തുള്ള കടൽ മുഴുവൻ വറ്റിച്ചിട്ട് മുത്തുനബിയുടെ മദ്ഹ് എഴുതിയാലും തീരൂല അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ നമ്മളെന്ത് പറയാൻ? അപ്പോൾ ഒരു 10 പറയാം. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നിട്ടിട്ട് അങ്ങനെ എഴുതാം, നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടായിരുന്നില്ല. അത് റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതയാണ്. നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശത്തിന് പിന്നെ എങ്ങനെയാണ് നിഴലുണ്ടാവുക അല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ നിഴലുണ്ട്, മുത്ത് റസൂലിന് നിഴൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നിട്ടിട്ട് നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടായിരുന്നില്ല എന്നെഴുതാം. പിന്നെ രണ്ടാമത്തേത്,
എങ്ങനെ എഴുതണം? ഈച്ച പോലുള്ള പ്രാണികൾ മുത്തുനബിയുടെ ശരീരത്തിൽ വന്നിരിക്കില്ല. പച്ച മലയാളത്തിൽ എഴുതിയാൽ മതി, നമുക്ക് വായിക്കാൻ. ഈച്ച പോലുള്ള പ്രാണികൾ മുത്തുനബിയുടെ ശരീരത്തിൽ വന്നിരിക്കില്ല. മുത്തുനബിയുടെ പ്രത്യേകതയാണത്. ഈച്ചയും കണ്ട പ്രാണികളൊന്നും റസൂലുള്ളാഹിൻ്റെ മേത്തോട്ട് കയറൂല. പരിശുദ്ധമാണ്, ത്വാഹിറും ത്വഹൂറുമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത അത്ഭുതമല്ലേ നിബിധങ്ങൾ. നമ്മുടെ മേത്തൊക്കെ എന്തോ ഒരു ഈച്ചയും കൊതുകൊക്കെ വന്നിരിക്കും, എൻ്റെ മുത്തുനബിയുടെ ശരീരത്തിൽ ഇരിക്കൂലാന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത്, ശരീരം ഉറങ്ങുമ്പോഴും ഹൃദയം ഉറങ്ങില്ല. അപ്പോൾ ഹൃദയം ഉറങ്ങില്ല എന്ന് എഴുതിയാൽ മതി. മൂന്നാമത്തേത്, നിബിധങ്ങളുടെ ഹൃദയം ഉറങ്ങില്ല. ഹൃദയത്തിന് ഉറക്കമില്ല. കൽബിങ്ങനെ ദിക്റുല്ലാഹിയിലാണ്, അല്ലാഹ് ഹൃദയം ഇങ്ങനെ അള്ളാഹുവിൽ ലയിച്ചിരിക്കും. കണ്ണ് മാത്രം ഉറങ്ങും. നമ്മളോ ആന ചവിട്ടി അറിയാം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആജാതി ഉറക്കം നമ്മൾ ഉറങ്ങൂലേ? മുത്തുനബി അങ്ങനെയല്ല, കൽബുണർന്നേയിരിക്കും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത്, നബിതങ്ങൾക്ക് കോട്ടുവായ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഉറക്കാമെന്ന്. ഇപ്പം ഞാൻ നല്ല കോട്ടുമായിട്ടിരിക്കുക, കാരണം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, യാത്രയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആ മുഖം കണ്ടാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും. സ്ഥിരം കാണുന്ന ആളുകൾക്കൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ കോട്ടുവായ വരും. എന്നാൽ മുത്തുനബിക്ക് കോട്ടുവായ ഉണ്ടായിരുന്നില്ല. പിന്നെ നിരന്തരം ഇങ്ങനെ പുറകെ കോട്ടുവായ വരുന്നത് കണ്ണേറിൻ്റെ ലക്ഷണം. ഒരാൾക്ക് കണ്ണേർ കിട്ടിയിട്ടുണ്ടോയെന്ന് വേഗം മനസ്സിലാക്കുക. ഉറക്കമൊക്കെ നോർമലായിട്ടും വെറുതെ ഇങ്ങനെ കോട്ടുമായിക്കൊണ്ടിരിക്കുക. അത് കണ്ണേർ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വലിയൊരു ഒരു നമുക്ക് എടുത്ത് കാണിച്ചു തരുന്ന, കണ്ണേറുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കോട്ടുവ നബിതങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കോട്ടുവ ഉണ്ടായിരുന്നില്ല. അതാണ് നാലാമതായി എഴുതേണ്ടത്. അഞ്ചാമത്തേത്, സവിശേഷമായ ജനനമായിരുന്നു മുത്തുനബിയുടേത്. അങ്ങനെ ഹെഡിങ് കൊടുത്താൽ മതി, ബാക്കി നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ലേ. മുത്തുനബി തങ്ങൾ ജനിക്കുന്നത് എങ്ങനെയാണ്? സുജൂദിൽ കിടക്കുന്നതായിട്ടാണ്. ആമിന ഉമ്മയുടെ വയറ്റിൽ നിന്ന് മുത്തുനബി വരുന്നത് സുജൂദിൽ കിടന്നുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് സുജൂദിൽ കിടന്നിട്ടാണ് പുറത്തു വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മഖ്തൂനൻ വ മക്ഹൂലൻ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ചേലാക്രമം സുന്നത്ത് ചെയ്യപ്പെട്ട കുട്ടിയായിട്ടാണ് പുറത്തു വന്നത്. സുറുമ എഴുതപ്പെട്ട രീതിയിലാണ് പുറത്തു വന്നത്. സുബ്ഹാനല്ലാഹ്, അത്രമേൽ അത്ഭുതമായിരുന്നു മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അഞ്ചാമത്തേത്, സവിശേഷമായ ജനനമായിരുന്നു മുത്തുനബിയുടേത് എന്നെഴുതാം. ആറാമത്തേത്, നബിതങ്ങൾക്ക് മുൻപും പിൻപും കാണാൻ കഴിയുമായിരുന്നു. അതായത് നമ്മളിപ്പോൾ നേരെ മുമ്പിലല്ലേ കാണുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻഭാഗവും കാണാൻ പറ്റും, പിറകിലും കാണാൻ പറ്റും. ഇപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. സ്വഹാബത്ത് ബാക്കിൽ സഫ് കെട്ടി നിന്നപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ഇതുണ്ടാവുമല്ലോ സഫ് കെട്ടുമ്പോൾ. അപ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നീല അറാക്കും മിൻ വറാഇ ലഹരി, മക്കളെ ഞാൻ മുമ്പിൽ കാണുന്നത് പോലെ നിങ്ങളുടെ പിന്നിൽ, എൻ്റെ പിന്നിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? അപ്പോൾ നമ്മുടെ കൽബ് കാണാൻ പറ്റും, നമ്മളെ കാണാൻ പറ്റും. ആർക്ക്? മുത്തുനബിക്ക്. അപ്പോൾ മുമ്പിലുള്ളത് നമുക്ക് പുറകിലോട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പുറകിലുള്ള നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ തിരിഞ്ഞു നോക്കണം. റസൂലുള്ളാഹിക്ക് അങ്ങനെയല്ല, മുൻപിലുള്ളത് കാണുന്നത് പോലെ പിന്നിലുള്ളതും കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ നബിതങ്ങൾക്ക് മുൻപും പിൻപും കാണാൻ കഴിയുമായിരുന്നു എന്നൊരു പ്രത്യേകത എഴുതാം. ഏഴാമത്തേത്, അതീവ ലജ്ജയും മാന്യതയും ഉണ്ടായിരുന്നു മുത്തുനബിക്ക്. അതീവ ലജ്ജ, ഭയങ്കര ലജ്ജയായിരുന്നു, ഭയങ്കര നാണാണ് അല്ലേ. അതായത് അന്തഃപുരത്തിലിരിക്കുന്ന ഒരു കന്യകയേക്കാൾ ലജ്ജയായിരുന്നു, നാണായിരുന്നു മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ പെണ്ണുങ്ങൾക്കുണ്ടോ നാണം? എന്നിട്ടല്ലേ ആണുങ്ങളുടെ കാര്യം. സ്ത്രീയുടെ ഭംഗി എന്ന് പറഞ്ഞ ലജ്ജയല്ലേ. എത്ര പേർക്ക് നാണുണ്ട്? ആയിഷ ബിവി എന്താണ് പറയുമ്പോൾ കുറേ പെണ്ണുങ്ങൾ എന്നെ ഒന്ന് തെറി പറയുകയാണ്. അവരെന്തും കാണിച്ചോട്ടെ, അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അതെൻ്റെ വിഷയമല്ല. പക്ഷേ ആയിഷ ബീവിയെ പറയുമ്പോഴാണ് വിഷയം ഇവിടെ വരുന്നത്. മനസ്സിലായോ? അവർ വേറെ ആരെക്കുറിച്ച് വേണമെങ്കിലും പാടിക്കോട്ടെ, ആയിഷ ബീവിയുടെ പേരും പറഞ്ഞിട്ട് കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കാണിക്കാൻ ഉറക്കം വന്നിട്ട് പറ്റണില്ല. അപ്പോൾ അങ്ങനെ എത്ര മനുഷ്യന്മാരാണ്. കല്യാണത്തിലൊക്കെ പെൺകുട്ടികൾ എന്താണെന്ന് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോയൊരു കല്യാണത്തിൽ പങ്കെടുത്തു. സ്റ്റേജുമ്മ കിടന്ന് തുള്ളുക, ഇറങ്ങിപ്പോരാൻ തോന്നാണ്. ലാസ്റ്റ് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കൂടെ വരാതെ ബാക്കിൽ കൂടെ ഓടിയ സംഗതികൾ വരെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. കാരണം എന്താ, ഇതൊന്നും കാണാൻ വയ്യടോ. അള്ളാഹു റസൂലിൻ്റെ പേരിൽ, അവിടുത്തെ സുന്നത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസമൊക്കെ അല്ലേ. അള്ളാഹു നമുക്ക് ബോധം തരുമാറാകട്ടെ. അപ്പോൾ മുത്തുനബിക്ക് ഭയങ്കര നാണായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതീവ ലജ്ജയും മാന്യതയും ഉണ്ടായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എട്ടാമത്തേത്, മൃഗങ്ങൾ പോലും നബിയെ അനുസരിച്ചിരുന്നു. അതെഴുതിയാൽ മതി. മൃഗങ്ങൾ പോലും നബിയെ അനുസരിച്ചിരുന്നു അല്ലേ. വീട്ടിലെ പൂച്ചയുണ്ട് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പൂച്ച ഒച്ചെടുക്കൂല. അങ്ങനെയായിരുന്നു. നബിതങ്ങൾ വീട്ടിൽ വരുന്നത് വരെ ഓടലും ചാടലും ബഹളവും ഒച്ചപ്പാടൊക്കെ. നബിതങ്ങൾ വന്നാൽ പിന്നെ നല്ല കുട്ടിയായിട്ട് അവിടെ അടുത്ത് വരുന്നുള്ളൂ, ഒച്ചെടുക്കൂല. എൻ്റെ റസൂൽ വരുന്നത് പൂച്ച പോലും തിരിച്ചറിഞ്ഞിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
മനസ്സിലായി? അപ്പോൾ മൃഗങ്ങൾ പോലും നബിയെ അനുസരിച്ചിരുന്നു. 9-ാമത്തേത്, നബിതങ്ങൾക്ക് നെഞ്ചും വയറൊക്കെ സമമായിരുന്നു. നെഞ്ചും വയറും സമമായിരുന്നു. 6 പാക്കായിരുന്നു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റുക്കാന എന്ന് പറയുന്ന ഒരു മല്ലനുണ്ടായിരുന്നു, ഒരു യുദ്ധ വീരനായിരുന്നു. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ റുക്കാനയെ ഒരു ദിവസം ഒരു താഴ്വരയിൽ വെച്ച് നബിതങ്ങൾ കണ്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, റുക്കാന ഇസ്ലാമിലേക്ക് വരണം. അപ്പോൾ റുക്കാന പറഞ്ഞു, മുഹമ്മദേ, എന്നെ ഇതുവരെ ആരും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ യുദ്ധത്തിൽ, അതായത് മല്ല യുദ്ധത്തിൽ എന്നെ തോൽപ്പിച്ചാൽ ഞാൻ മുസ്ലിം ആയിക്കോളാം. കാരണം പുള്ളിക്ക് ഉറപ്പുണ്ട് തോൽപ്പിക്കൂല എന്ന്. അത്ര മല്ലനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഉണ്ട്. റസൂലുള്ള കയറിയിട്ട് കൈ നീക്കി ഒന്ന് കൊടുത്തുള്ളൂ, റുക്കാനതേ താഴെ കിടക്കണം. അപ്പോൾ പടച്ചോൻ, ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഗതി. 2-ാമതും 3-ാമതും അടിച്ചവിടെ താഴെ ഇട്ടു. അപ്പോൾ റുക്കാന പറഞ്ഞു, സംഗതിയൊക്കെ ഓക്കെ, എന്നാലും എനിക്കങ്ങോട്ട് വിശ്വാസം വന്നില്ല. അപ്പം നബിതങ്ങൾ ദൂരെ നിൽക്കുന്ന ഒരു മരം, ആ മരത്തിന് ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചു. സ്വയം ഇങ്ങനെ പിഴുതെണീറ്റ് ആ മരം നബിതങ്ങളുടെ അടുക്കൽ വന്ന് സുജൂദ് ചെയ്തു, തിരിച്ചുപോയി. റുക്കാന ഇസ്ലാമിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിറ്റായിരുന്നു ഇല്ലേ? ബോഡിയൊക്കെ ഫിറ്റാണ്, നെഞ്ചും വയറും സമമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 10-ാമത്തേത്, കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു അവിടുത്തെ ശരീരത്തിന്. കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു എന്നാണ് 10-ാമത് എഴുതേണ്ടത്. കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു അവിടുത്തെ ശരീരത്തിന്. ഉമ്മു സലമ ബീവി അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വടിച്ചെടുത്ത് വെള്ളത്തിൻ്റെ ഒരു വെള്ളി കളർ വെള്ളി കുപ്പിയിലാക്കിയിട്ടുണ്ട്. എന്തിനാ? അത്രയായിട്ട് ഉപയോഗിക്കാൻ. അത്ര സുഗന്ധമാണ് അവിടുത്തെ വിയർപ്പിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എണ്ണിയാ തീരാത്ത പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇമാം ഖസ്തല്ലാനി തുടങ്ങി ഇമാം യൂസഫ് അൻ-നബഹാനി തുടങ്ങി ഒരുപാട് മഹാത്മാക്കൾ പറയുന്നുണ്ട്. ഒരു 10 പ്രത്യേകതകൾ എങ്കിലും എഴുതിയിട്ട് മുത്തുനബിയുടെ ആ ഒരു ഹുസൂസിയാത്ത് എഴുതി വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല, അപകടങ്ങൾ വരില്ല, വലിയ വലിയ കാവൽ അവർക്ക് അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ എഴുതൂലേ? നിങ്ങൾ എഴുതൂലേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, മുത്തുനബിയുടെ നാമം എത്ര തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് ആളുകൾ എഴുതിയത് തെറ്റാണ് കേട്ടോ. 4 എന്നാണ് പലരും എഴുതിയത്. ശരിക്കും 5 തവണയാണ്. 5 തവണയാണ്. അതായത് 4 തവണ മുഹമ്മദ് എന്നും 1 തവണ അഹ്മദ് എന്നും പ്രയോഗിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇന്നത്തെ ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആമിന ബീവി എത്ര നാൾ മുലയൂട്ടിയിട്ടുണ്ട്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയ ചെയ്യുന്നുണ്ട്. ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. 7:30 എല്ലാവരും നിർബന്ധമായിട്ട് മജ്ലിസിൽ പങ്കെടുക്കണം. അതായത് ഈ മജ്ലിസിൽ നമ്മൾ വെറുതെ അങ്ങനെ അങ്ങോട്ട് പാടിപ്പോവില്ലല്ലോ, വെറുതെ അങ്ങനെ പറഞ്ഞു പോകല്ല. മുത്തുനബിയുടെ അസ്റാറുകളാണ് നമ്മളതിൽ ചർച്ച ചെയ്യേണ്ടത്, രഹസ്യങ്ങൾ അല്ലേ? എന്നിട്ട് മുത്തുനബിയെ മനസ്സിലാക്കി ചൊല്ലണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം തരണേ അല്ലാഹ്. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ മുടങ്ങാതെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കുന്നവരുണ്ട്, നീ ചേർത്ത് പിടിക്കണേ അല്ലാഹ്. കണ്ണുനീർ തുടക്കണേ അല്ലാഹ്. വേദനകൾക്ക് ശമനം കൊടുക്കണേ അല്ലാഹ്. അസുഖങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും ആരംഭപ്പൂവിൻ്റെ ഹദ്റത്തിൽ നീ എത്തിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.